നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. KSRTC ജീവനക്കാർക്ക് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് പുനലൂരിൽ മിന്നൽ പണിമുടക്ക്. മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കും കൂട്ടത്തല്ലും. വീടിനു മുൻപിൽ സ്ഥാപിച്ച കൊടിമരം മാറ്റി സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടതിന് രാത്രിയുടെ മറവിൽ കല്ലെറിഞ്ഞതായി ആരോപണം. AITUC സംസ്ഥാന കമ്മിറ്റി അംഗം PG സുകുമാരപിള്ളയ്ക്ക് നാട് അന്ത്യോപചാരം അർപ്പിച്ചു. വാർത്തകൾ വിശദമായി. ജീവനക്കാർക്ക് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് പുനലൂർ KSRTC ഡിപ്പോയിൽ നിന്ന് മാത്ര കോക്കാട് ഭാഗത്തേക്കുള്ള സർവീസ് റദ്ദാക്കിയത് പുനലൂരിൽ വൻ സംഘർഷത്തിന് വഴിവെച്ചു. കൂട്ടത്തല്ലാണ് അരങ്ങേറിയത്. സ്റ്റാൻഡിൽ നടന്ന മണിക്കൂറുകൾ നീണ്ടുനിന്ന സംഘർഷത്തിന്റെ റിപ്പോർട്ടും ദൃശ്യങ്ങളും. ചൊവ്വാഴ്ച രാത്രിയാണ് KSRTC സ്റ്റാൻഡിലെ സംഘർഷത്തിന് കാരണമായ സംഭവം ഉണ്ടായത്. പുനലൂർ ഡിപ്പോയിൽ നിന്ന് മാത്ര കോക്കാട് ഭാഗത്തേക്ക് 9:15 അവസാന സർവീസ് പോയ കണ്ടക്ടർ A രാമചന്ദ്രൻ, ഡ്രൈവർ G ഗണേഷ് കുമാർ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. മദ്യപിച്ച ബസ്സിൽ കയറിയ 4 സംഘമാണ് ഇരുവരെയും മർദ്ദിച്ചത്. 6 രൂപ ടിക്കറ്റ് വാങ്ങിയ കൂട്ടത്തിലൊരാൾ 1000 രൂപ കണ്ടക്ടർക്ക് നൽകിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ചില്ലറയില്ലെന്ന് കണ്ടക്ടറും സംഘാംഗവും വാദിച്ചതോടെ തർക്കമായി. ഒടുവിൽ പ്രകോപിതരായ സംഘം കണ്ടക്ടറെയും ഡ്രൈവറെയും മർദ്ദിച്ചു. മർദ്ദനമേറ്റ ജീവനക്കാർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അത് കഴിഞ്ഞ് രാത്രിയിലൊരു സ്റ്റേഷന് പോകാൻ ബസ്സിൽ കയറുകയും അവിടുന്ന് അന്നേരം മുതൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് മാത്ര ജംഗ്ഷനിൽ ചെന്നപ്പോൾ അടക്കമായി വണ്ടി അവിടെ ഇടുകയും അവർ ഇനിയും വെള്ളം ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ ചതത്തിൽ വീണ്ടും അവിടെ വണ്ടി ഇടുകയും എൻ്റെ കുഞ്ഞാണ്ടി മുക്കിന് കുറച്ച് ഇപ്പുറത്തായിട്ട് കണ്ടക്ടറായിട്ട് വാക്കുകൾക്ക് ഉണ്ടാവുകയും കണ്ടക്ടറെ ടിക്കറ്റിന് വിഷയം വെച്ച് കണ്ടക്ടറെ അടിക്കുകയും ചെയ്തു. കണ്ടക്ടറെ അടിച്ചിട്ട് അപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ക്യാബിനിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നെ മർദ്ദിക്കുകയും പിടിച്ച് വെളിയിലിടുകയും ചെയ്തു. അങ്ങനെ നല്ല സംഘർഷം കഴിഞ്ഞ് അവർ ഒരു മാത്രം നമ്മുടെ കുഞ്ഞാണ്ടി മുക്കിലേക്ക് ഓടി പോവുകയായിരുന്നു. 5 പേരുണ്ടായിരുന്നു. 5 പേരും കൂടെ വണ്ടിക്കകത്ത് അസുഖങ്ങൾ പറയും. അപ്പോൾ അതിനെ നമ്മളത് അസുഖം കൊണ്ടുപോകാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞപ്പോഴേ നമ്മുടെ കയറി ചീത്ത വിളിച്ചുകൊണ്ട് അടിക്കുകയും അതുകൊണ്ട് ഡ്രൈവറെ അടിക്കുകയും യാത്രക്കാരെ അടിച്ചു. എൻ്റെ യാത്രക്കാരെ അടിച്ചു. ഞങ്ങൾ ജീവനക്കാരെ ഞങ്ങളെ നല്ലപോലെ മർദ്ദിച്ചു. 5
5 പേരുണ്ടായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ബുധനാഴ്ച മാത്ര കോക്കാട് റൂട്ടിലേക്കുള്ള സർവീസുകളിൽ ഡ്യൂട്ടി ചെയ്യാൻ ജീവനക്കാർ തയ്യാറാകാതിരുന്നത്. പിന്നെ ജീവനക്കാരെ മദ്യപിച്ച നിലയിലുള്ള ആൾക്കാരാണല്ലോ രാത്രിയിലെ ഈ കൂടുതൽ യാത്രക്കാരും സ്ത്രീ യാത്രക്കാരൊക്കെ കുറവാണ്. കണ്ടക്ടറുമായിട്ടെന്തോ ഈ ചില്ലറ പ്രശ്നം വന്നിട്ട് ഇവർ 4 പേരും കൂടെ അയാളെ അടിച്ചപ്പോൾ ഇത് കണ്ടുകൊണ്ടുവന്ന സ്വാഭാവിക അയാൾക്ക് കൂട്ടൊക്കെ ഡ്രൈവർ മാത്രമേ ഉള്ളല്ലോ. അയാൾ വണ്ടി നിർത്തിയിട്ട് ഒന്ന് തടയാൻ വന്നപ്പോൾ അയാളെ അടിച്ചു. അയാളാണ് ഒരു പ്രഷറും ഷുഗറും ഒക്കെ ഉള്ള ഒരു അസുഖക്കാരൻ. ഏത് റൂട്ടിലുള്ള ബസ്സാണ്? ഇന്നലെ എത്ര മണിക്കായിരുന്നു? ഇന്നലെ ഇവിടുന്ന് 9:15 പോയ വണ്ടിയാണ്. അവിടെ എത്തിയപ്പോൾ ഈ കുഞ്ചാണ്ടി മുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വരും. ഏകദേശം ഒരു 9:35-40 ആവും സമയം. അപ്പൊ അതിൽ പ്രതിഷേധിച്ച് ഇന്ന് ആ സെക്ടറിലേക്ക് മാത്രം ജീവനക്കാർ പോകാൻ തയ്യാറായില്ല. നമ്മൾ സർവീസ് അയക്കാൻ നിയുക്തരായിരുന്നുള്ള രീതിയിൽ മറ്റ് പോലീസ് കേസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിന്റെ ലീഗൽ പ്രൊസീഡിങ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സർവീസ് അയക്കാൻ തയ്യാറാണ്. പക്ഷേ സംഘടനാപരമായിട്ട് അവർ ജീവനക്കാർ സർവീസ് പോകാൻ സമ്മതിച്ചു. അവർ രേഖാമൂലം എഴുതി യൂണിറ്റ് ഓഫീസർക്ക് കൊടുത്തു. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാർ പ്രകടനവും നടത്തി. വൈകിട്ട് 4 മണിയോടെ സ്കൂൾ വിട്ട് KSRTC ബസ് സ്റ്റാൻഡിലെത്തിയ വിദ്യാർത്ഥികൾ കോക്കാട് ബസ് വിടണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ KSRTC ജീവനക്കാർ ചെവിക്കൊണ്ടില്ലത്രേ. തുടർന്ന് ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്നു. ആദ്യം മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയും ബസ് വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് വിദ്യാർത്ഥികളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ബസ്സുകൾ തടഞ്ഞിട്ട് പ്രതിഷേധിച്ചു. സംഭവം അറിഞ്ഞ ഡിപ്പോയിൽ നിന്നും ഗാരേജിൽ നിന്നും എത്തിയ ജീവനക്കാർ സമരക്കാരുമായി ഉന്തും തള്ളുമായി. ഇവിടെ എത്തിയ പോലീസ് രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുന്നതിനിടെ സമരക്കാരും ജീവനക്കാരും തമ്മിൽ പൊരിഞ്ഞ് തല്ലു തുടങ്ങി. പ്രകോപിതരായ സമരക്കാർ ATO ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇതേസമയം തന്നെ സമരക്കാർ മർദ്ദിച്ചെന്നാരോപിച്ച് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് തുടങ്ങി. സമരക്കാരിൽ ഭൂരിഭാഗത്തെയും പോലീസ് വിരട്ടിയോടിച്ചു. തുടർന്ന് KSRTC ജീവനക്കാർ സംഭവം കയ്യിലെടുത്ത് അഴിഞ്ഞാടി. സർവീസ് നടത്തിവന്ന ബസ്സുകൾ പോലും റോഡിന്റെ മധ്യത്തിൽ ഉപേക്ഷിച്ചു. നഗരത്തിൽ മണിക്കൂറുകളോളം ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. ഇതിനിടെ നടുറോഡിൽ ബസ് ഉപേക്ഷിച്ച് ഗതാഗതം മുടക്കിയതിൽ പ്രതിഷേധിച്ച് ഓട്ടോ തൊഴിലാളികൾ രംഗത്ത് വന്നു. പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും ഫലവത്തായില്ല.
ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടതോടെ പുനലൂർ സിഐ മഞ്ജുലാൽ സ്ഥലത്തെത്തി ATOയുമായി ചർച്ച നടത്തി. ചൊവ്വാഴ്ച രാത്രി ജീവനക്കാരെ മർദ്ദിച്ച സംഘത്തെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു ജീവനക്കാരുടെ ആവശ്യം. നടപടിയെടുത്താൽ മാത്രമേ മാത്ര കോക്കാട് ഭാഗത്തേക്ക് സർവീസ് നടത്തൂ എന്നും ജീവനക്കാർ നിലപാടെടുത്തു. ജീവനക്കാരനായിട്ടുള്ള ഈ രണ്ടുപേരേ ഉള്ളൂ. ഈ 5 മണി കിടക്കാൻ റൂമില്ല, സൗകര്യത്തിന് ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ജീവനക്കാർ പബ്ലിക്കായിട്ട് സംസാരിച്ച് ഞാൻ ബാക്കി വസ്തു പിടിക്കും. അതിന് ശേഷം പോക്കാണ് ഞാൻ ബാക്കി നിങ്ങൾ പറയുന്നത് ചർച്ചയ്ക്കൊടുവിൽ മാത്ര കോക്കാട് ഭാഗത്തേക്കുള്ള ബസ് ഒഴികെ സർവീസ് നടത്താമെന്ന് ധാരണയായി. ചർച്ച നടന്നുകൊണ്ടിരിക്കെ ഇടതു യുവജന സംഘടനകളുടെ പ്രവർത്തകർ പുറത്ത് കാത്തു നിൽക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ചർച്ചാ ഹാളിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രവേശിച്ചത് വീണ്ടും രംഗം വഷളാക്കി. ഉടൻ സംഘടിച്ച DYFI AYYF പ്രവർത്തകർ ജീവനക്കാരെ ആക്രമിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ഉപരോധം തുടങ്ങി. ഒടുവിൽ രംഗം ശാന്തമായി എല്ലാവരും പിരിയുമ്പോൾ ഇതൊന്നും അറിയാതെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഋഷിരാജ് സിംഗ് സ്റ്റാൻഡിന് മുന്നിലൂടെ കടന്നുപോകുന്നുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. KSRTC ബസ് സ്റ്റാൻഡിൽ സംഘർഷത്തിനിടെ അധ്യാപികയ്ക്കു നേരെ KSRTC ജീവനക്കാരന്റെ അശ്ലീല പ്രയോഗം. പുനലൂർ CI മഞ്ജുലാലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇത്. അവിടെ സമരം നടത്തിയപ്പോ കയറി വന്ന് വലിയ ആട് കാണിച്ചു പോലെ ഇവിടെ വന്ന് കാണിച്ച സാധനം അവിടെ സമരം നടത്തിയപ്പോ കയറി വന്ന് വലിയ ആട് കാണിച്ചു പോലെ ഇവിടെ വന്ന് കാണിച്ച സാധനം അവിടെ സമരം നടത്തിയപ്പോ കയറി വന്ന് വലിയ ആട് കാണിച്ചു പോലെ ഇവിടെ വന്ന് കാണിച്ച സാധനം. സ്റ്റാൻഡിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് എല്ലാ റൂട്ടുകളിലേക്കുമുള്ള ബസ്സുകൾ ജീവനക്കാർ തടഞ്ഞിട്ടിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ സർവീസ് നടത്താൻ തയ്യാറായതുമില്ല. ഈ സാഹചര്യത്തിലാണ് അധ്യാപിക എന്ന് കരുതുന്ന സ്ത്രീ കാരണമാരാഞ്ഞ് ഇൻഫർമേഷൻ കൌണ്ടറിലെത്തിയത്. ബസ് വിടാൻ സാധിക്കുമോ, ഇല്ലെങ്കിൽ തനിക്ക് ട്രെയിനിന് പോകണമെന്നാണ് ഇവർ പറഞ്ഞത്. എന്നാൽ തങ്ങൾക്കെതിരായി സംസാരിക്കുകയാണെന്ന ധാരണയിൽ ജീവനക്കാർ ഇവരെ പിന്തുടർന്ന് തട്ടിക്കയറുകയായിരുന്നു. നിങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങളിൽ ആരെങ്കിലും കയറുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ഇത് മനസ്സിലാവത്തുള്ളൂ. മനസ്സിലായോ? ഞങ്ങൾ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ടാ ഈ ജോലി ചെയ്യുന്നത്. രാത്രി 12 മണി വരെ ഈ സംസ്ഥാനത്ത് ഏത് ജീവനക്കാരുണ്ട് അങ്ങനെ ജോലി ചെയ്യുന്നത്? ഏത് ജീവനക്കാരുണ്ട്? 1 മണിക്കൂർ ഒന്ന് പറ. എന്താ മറ്റുള്ള വണ്ടികൾ അയച്ചിട്ട് മറ്റുള്ള ആളുകളെ ഒടുവിൽ കാര്യങ്ങൾ പറഞ്ഞവസാനിപ്പിച്ച് അധ്യാപിക രംഗം വിടാൻ ഒരുങ്ങുമ്പോഴായിരുന്നു KSRTC ജീവനക്കാരന്റെ അശ്ലീല പ്രയോഗം. ക്ലിഫ് ഹൌസ് ഉപരോധത്തിനിടെ പ്രതികരിച്ച് ജനശ്രദ്ധ നേടിയ സന്ധ്യയോട് താരതമ്യപ്പെടുത്തിയായിരുന്നു ജീവനക്കാരന്റെ സംസ്കാരശൂന്യമായ പ്രയോഗം. അവിടെ സമരം നടത്തിയപ്പോ കയറി വന്ന് വലിയ ആട് കാണിച്ചു പോലെ ഇവിടെ വന്ന് കാണിച്ച അവിടെ സമരം നടത്തിയപ്പോ കയറി വന്ന് വലിയ ആട് കാണിച്ചു പോലെ ഇവിടെ വന്ന് കാണിച്ച സാധനം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വീടിന് മുൻപിൽ സ്ഥാപിച്ച കൊടിമരം മാറ്റി സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടതിന് രാത്രിയുടെ മറവിൽ വീട്ടിലേക്ക് കല്ലെറിയുകയും അസഭ്യം പറഞ്ഞതായും ആരോപണം. ഇടമൺ VHSSന് സമീപത്താണ് സംഭവം. വയലിറക്കത്ത് കിഴക്കതിൽ വീട്ടിൽ നാസ്മിയാണ് പരാതിക്കാരി.
ഇടമൺ സത്രം ജംഗ്ഷനിൽ വീടിനു നേരെ കല്ലെറിഞ്ഞതായി ആരോപണം. ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വയലിറക്കത്ത് കിഴക്കേതിൽ വീട്ടിൽ എൻ നാസ്മിയാണ് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് നാസ്മിയുടെ വീടിന് മുന്നിൽ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ കൊടിമരം സ്ഥാപിച്ചു. എന്നാൽ വീടിന് മുന്നിലായി സ്ഥാപിച്ച കൊടിമരം മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് കൊടിമരം മാറ്റണമെന്നാവശ്യപ്പെട്ട് നാസ്മിയുടെ അമ്മ പുനലൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. ഇതിനെ തുടർന്ന് കൊടിമരം മാറ്റുവാൻ ഡിവൈഎസ്പി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടിന് മുന്നിൽ വന്ന് കൊടിമരം സ്ഥാപിച്ചവരിൽ ചിലർ അസഭ്യം പറയുകയും വീടിനു നേരെ കല്ലെറിയുകയുമായിരുന്നുവെന്ന് നാസ്മി പറയുന്നു. ബന്ധപ്പെട്ടവർ ഇടപെട്ട് കൊടിമരം വീടിന് മുന്നിൽ നിന്നും മാറ്റി സ്ഥാപിക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം. ഈ കഴിഞ്ഞ 19-ാം തീയതി രാത്രി ഈ കൊടി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിയും കളഞ്ഞു പോവുകയും അതിനെ തുടർന്ന് പിന്നെ കൊടിയിടാൻ വന്നപ്പോൾ ഇച്ചിരി മാറ്റി, സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടായതുകൊണ്ട് കുറച്ച് മാറ്റി കൊടിയിടാൻ പറയുകയും അത് കേൾക്കാതെ ഞങ്ങളെ തെറി വിളിക്കുകയും ഇവിടുന്ന് മാറിപ്പോണമെന്നും കുത്തുവെന്നും വെട്ടുമെന്നും പറഞ്ഞത് ഇടമൺ പ്ലാവിള വീട്ടിൽ രാജീവും ബീന മൻസിൽ ആജാസ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ വന്ന് ആക്ഷേപിക്കുകയും ചെയ്തിട്ട് ഇവിടെ തന്നെ പുനലൂർ തെന്മല SI ഞങ്ങൾ വിളിച്ചു വരുത്തി ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞ സ്ഥലത്ത് തന്നെ SI കൊടിയിട്ടിട്ട് പോവുകയും ഞങ്ങൾ അതിൻ്റെ പിറ്റേന്ന് ഇവിടെ വീട്ടിൽ ഇതുപോലെ രാത്രി 12:30 ആയപ്പം കല്ല് ഇവിടെ കിടപ്പുണ്ട്, അവിടെ കല്ലെറിയും, പിന്നെ കഥകിന് കല്ലെറിയുകയും തെറി വിളിക്കുകയും ചെയ്തു. അപ്പം ഞങ്ങളങ്ങ് പിന്നെ ലൈറ്റ് ഇട്ടപ്പോഴത്തേക്ക് ഇവർ പോയി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തു. 21-ാം തീയതി ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തു. 25-ാം തീയതി ഡിവൈഎസ്പി ഇവരെയും ഞങ്ങളെ വിളിക്കുകയും അവിടെ ചെന്നപ്പോൾ ഈ കൊച്ചു കുട്ടികളെ കൊണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ സാറ് പറഞ്ഞു ഇതുപോലെ കൊടിയെടുത്ത് മാറ്റണം, സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടാ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കില്ലെന്ന് പറഞ്ഞ് അവിടെ സമ്മതിച്ചിട്ട് വരികയും ഇന്നലെ വീണ്ടും കൊടുത്ത് കള്ളക്കേസ് അമ്മാടെ എന്റെയും പേരിൽ കൊണ്ടുപോയി കള്ളക്കേസ് കൊണ്ടുപോയി തെന്മല കൊണ്ട് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ IG വന്ന് പറഞ്ഞാൽ ഈ കൊടി മാറ്റത്തില്ലെന്ന് അവരെ പാർട്ടി നേതൃത്വം പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങി മുങ്ങി മരിച്ച പത്തനാപുരം കമുകുഞ്ചേരി സ്വദേശി വിഷ്ണുവിന് ജന്മനാടിന്റെ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലി. പത്തനാപുരം കമുകുഞ്ചേരിയിൽ കല്ലടയാറ്റിൽ എള്ളുംവിളക്കടവിൽ കണ്ണാടിപ്പാറയ്ക്കു സമീപം കുളിക്കാനിറങ്ങി ആഴങ്ങളിൽപ്പെട്ട് മരണമടഞ്ഞ കമുകുഞ്ചേരി ചാണയിൽ വീട്ടിൽ വിഷ്ണുവിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 5:30യോടെയാണ് നാടിനെ നടുക്കിയ ദുരന്തം സംഭവിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിഷ്ണു കണ്ണാടിപ്പാറയ്ക്ക് സമീപമുള്ള ചെളിയിൽ മുങ്ങിത്താഴുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ബഹളം വെച്ച് സമീപവാസികളെ അറിയിച്ചു. ഓടിക്കൂടിയെത്തിയ നാട്ടുകാരുടെ സഹായത്തോടെ ആഴങ്ങളിൽപ്പെട്ട് വിഷ്ണുവിനെ പുറത്തെടുത്ത് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ഇന്ന് ഉച്ചയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കമുകുഞ്ചേരി ചാണയിൽ വീട്ടിൽ ബാലചന്ദ്രൻ നായരുടെയും അമ്പിളിയുടെയും മകനാണ് 20 വയസ്സുകാരനായ വിഷ്ണു. വീണ ഏക സഹോദരിയാണ്. വിഷ്ണുവിന്റെ അകാല വിയോഗം ഒരു ഗ്രാമത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി. സംസ്കാര ചടങ്ങിൽ പങ്കുകൊള്ളുന്നതിനും അനുശോചനം അർപ്പിക്കുന്നതിനുമായി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ഇവിടെ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. AITUC സംസ്ഥാന കമ്മിറ്റി അംഗവും CPI ചിതറ ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന PG സുകുമാരപിള്ള അന്തരിച്ചു. സംസ്കാരം ചൊവ്വാഴ്ച നടന്നു. തുടർന്ന് തൂറ്റിക്കൽ ജംഗ്ഷനിൽ അനുശോചന യോഗവും സംഘടിപ്പിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ AITUC സംസ്ഥാന കമ്മിറ്റി അംഗവും CPI ചിതറ ലോക്കൽ കമ്മിറ്റി അംഗവുമായ ചിതറ തൂറ്റിക്കൽ ആരോമ നിവാസിൽ PG സുകുമാരപിള്ള അന്തരിച്ചു. തിങ്കളാഴ്ച കൊല്ലത്തുവച്ചാണ് അന്ത്യം സംഭവിച്ചത്. ചിതറ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ചൊവ്വാഴ്ച വീട്ടുവളപ്പിൽ നടന്നു. PG സുകുമാരപിള്ളയുടെ നിര്യാണത്തിൽ അനുശോചന യോഗം രേഖപ്പെടുത്തിക്കൊണ്ട് ബുധനാഴ്ച വൈകിട്ട് തൂറ്റിക്കൽ ജംഗ്ഷനിൽ CPI തൂറ്റിക്കൽ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. ചിതറ ഗ്രാമപഞ്ചായത്ത് അംഗവും CPI നേതാവുമായ ശബരിനാഥ് അധ്യക്ഷത വഹിച്ചു. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആനന്ദകുസുമം, CPM കടക്കൽ ഏരിയ കമ്മിറ്റി അംഗം സുകുമാരപിള്ള, CPI കടക്കൽ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി S ബുഖാരി, ചിതറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കരകുളം ബാബു, കൊട്ടാരക്കര കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മടത്തറ അനിൽ, സിനി S, അൻസർ തലവരമ്പ്, ശ്യാമളകുമാരി തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. എനിക്ക് വളരെ നേരത്തെ തന്നെ അറിയാവുന്ന ഏറ്റവും നല്ല ഒരു സുഹൃത്തു കൂടിയായിരുന്നു. എന്നാൽ പാങ്ങോട് നമ്മുടെ വായുതരപ്പയുടെ കടയിൽ വളരെ മുമ്പ് തന്നെ ഇന്നും അറിയപ്പെടുന്നത് കണക്കൻ സുകുമാരപിള്ള എന്നാണ്. അപ്പോൾ ഈ കണക്കെഴുതുന്ന കാര്യത്തിൽ അന്നത്തെ കാലത്ത് വളരെ മുൻപന്തിയിലായിരുന്നു PG അവിടെ കണക്കെഴുതാനിരിക്കുമ്പോൾ നമ്മുടെ വായുതരപ്പയുടെ മക്കളെപ്പോലും വലിയ വിശ്വാസമില്ലായിരുന്നു. എന്നാൽ PGയെ വലിയ വിശ്വാസമായിരുന്നു. ഇപ്പോൾ തന്നെ
ഭാഗ്യതലപ്പയുടെ മോൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇരുന്നാലും അദ്ദേഹം ഒന്ന് ചെറുപ്പമായിരുന്നു. ഇപ്പൊ PG താക്കോൽ ഏൽപ്പിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ അന്ന് ഏലപ്പ എവിടെങ്കിലും പോകുന്നത്. അപ്പൊ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. വളരെ ആകസ്മികമായിട്ടുള്ള നിര്യാണം ഇന്നലെ രാത്രിയിൽ സഖാവ് ബുഹാരി ഫോൺ ചെയ്ത് അറിയിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSRTC ജീവനക്കാർക്ക് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് പുനലൂരിൽ മിന്നൽ പണിമുടക്ക്. മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കും കൂട്ടത്തല്ലും. വീടിനു മുൻപിൽ സ്ഥാപിച്ച കൊടിമരം മാറ്റി സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടതിന് രാത്രിയുടെ മറവിൽ കല്ലെറിഞ്ഞതായി ആരോപണം. AITUC സംസ്ഥാന കമ്മിറ്റി അംഗം PG സുകുമാരപിള്ളയ്ക്ക് നാട് അന്ത്യോപചാരം അർപ്പിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.